ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തി വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സെഗ്മെന്റിൽ അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യം മുതലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. 10 വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച ജന്മന മുടന്തനായ ആ വ്യക്തി ദൈവം തനിക്ക് ചെയ്ത ആ വലിയ അനുഭവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ ശക്തമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ മറ്റൊന്നിലേക്കും അദ്ദേഹം പോയില്ല എന്നുള്ളത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. 11-ാം വാക്യം മുതൽ അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. സോളമന്റെ മണ്ഡപം എന്ന് വിളിക്കുന്നിടത്ത് ഒന്നിച്ചുകൂടി. ഇത് കേട്ട് പത്രോസ് ജനത്തോട് പറഞ്ഞു, ഇസ്രായേലിയരെ, നിങ്ങൾ ഇതിന് അത്ഭുതപ്പെടുന്നു. നിങ്ങൾ എന്തിന് അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവനെ നടത്തി എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നത് എന്തിന്? ഇവിടെ അപ്പസ്തോലൻ ചോദിക്കുന്ന വളരെ വ്യക്തമാണ്. ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്തു എന്ന് കരുതി നിങ്ങൾ എന്തിന് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു, ഞങ്ങളോട് ആശ്ചര്യമായി നിൽക്കുന്നു? ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. ഞങ്ങളല്ല അവനെ സുഖപ്പെടുത്തിയത്. യേശുവിൻ്റെ ഒരു മാതൃക അപ്പാടെ ശിഷ്യന്മാർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുക. അതായത് ദൈവം ചെയ്ത ആ പ്രവൃത്തി എങ്ങനെയാണോ ശിഷ്യന്മാർക്ക് അവർക്ക് അനുഭവപ്പെട്ടത്, ക്രിസ്തു തൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ പത്രോസിനോട് യോഹന്നാനോട് ഇടപെട്ടത്, പിതാവിൻ്റെ മഹത്വമാണ് യേശു തേടുന്നത്. ഒരിക്കലും സ്വന്തം മഹത്വത്തിന് വേണ്ടി യേശു ഒരു വാക്കും പറഞ്ഞില്ല. അപ്പം വർദ്ധിപ്പിച്ചപ്പോഴാകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോഴാകട്ടെ, എല്ലാ സമയവും അവൻ ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തു ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ അവൻ ദാസനായി ഭൂമിയിൽ നിന്നപ്പം ഒരിക്കൽ പോലും തൻ്റെ നാമമഹത്വത്തിനല്ല അവൻ നിന്നത്. അവൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ എല്ലാം പിതാവിന് മഹത്വം കൊടുത്തു, ദൈവത്തിന് മഹത്വം കൊടുത്തു. സർവശക്തനായ ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ആ പുത്രൻ നിൽക്കുന്ന യാതൊരു തരത്തിലും അവൻ മഹത്വം എടുക്കുന്നില്ല. എന്നാൽ ദൈവമായ ക്രിസ്തുവിന് മഹത്വം എടുക്കാം, കാരണം അവനും ദൈവമാണ്. അവൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ ദൈവത്തിൻ്റെ മഹത്വം പിതാവിന് കൊടുക്കുന്ന ആ പ്രാക്ടിക്കൽ സൈഡിലൂടെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുക. പലപ്പോഴും മാനുഷികമായി മഹത്വം എടുക്കുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലും മഹത്വം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് സർവ്വമഹത്വവും ദൈവത്തിന് വേണ്ടി. നമ്മൾ ചെയ്യുന്ന ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവനെന്ന് അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാ. അവർക്ക് അനുഭവവേദ്യമായ കാര്യം അവർ തൻ്റെ ജീവിതത്തിൽ, അതാ പത്രോസ് പറയുന്നത്, ഞങ്ങളുടെ കൈകളിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ കരുതുകയാണോ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്? അങ്ങനെയല്ല സംഭവിച്ചത്. വീണ്ടും അടുത്ത വാക്യം 13-ാം വാക്യം പറയുക, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്ന പീലാത്തോസിൻ്റെ മുൻപിൽ നിങ്ങൾ അവനെ നിഷേധിക്കുകയും ചെയ്തു. ഇവിടെ പത്രോസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് യേശുവിനെ മഹത്വപ്പെടുത്തിയത്. യേശുവാണ് ദൈവമെങ്കിലും, ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെങ്കിലും യഹോവ തന്നെ മഹത്വപ്പെടുത്തുക, സ്വയം മഹത്വപ്പെടുത്തുകയല്ല. ദൈവത്തെ തന്നെ മഹത്വപ്പെടുത്തുക. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്നു. ആ ഒരു മഹത്വമാണ് അവിടെ തേടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സാധാരണ ഇന്ന് ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന മിക്ക മേഖലകളും മിക്ക വിഷയങ്ങളിലും സംഭവിച്ചു പോകുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം ഈ വിശുദ്ധന്മാർക്ക് മഹത്വം കൊടുക്കുന്ന ഒരു രീതി അത് അനേകമായിട്ട് കടന്നു വരുന്നുണ്ട്. അതൊരിക്കലും നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാനത് യൂദാസ്ലീഹയുടെ ഒരു നൊവേനയൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം എല്ലാവരും പറയുന്നൊരു സംഭവം എന്നാണെന്നറിയാം. അതിൻ്റെ അടിയിൽ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത്, ദൈവാത്മാവുള്ളവൻ ഒരിക്കലും ഒന്നിനെയും കുറ്റപ്പെടുത്തി പ്രസംഗിക്കത്തില്ല. ദൈവാത്മാവുള്ളവൻ ആരുടെയും കുറ്റം ഒരിക്കലും പ്രസംഗത്തിൽ ഉൾപ്പെടുത്തത്തില്ല. തെറ്റുകളെ കാണിക്കുന്നതല്ല ദൈവാത്മാവുള്ള പ്രസംഗം. ദൈവാത്മാവുള്ള പ്രസംഗം എന്താണ് എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. പൊതുവേ നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ പുരോഹിതരൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ദൈവാത്മാവിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ രക്ഷപ്പെടും, നീ ഒന്നും ചെയ്തില്ലെങ്കിൽ, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നീ ഒന്നും ചെയ്യാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. ക്രിസ്ത്യാനിയാണോ, നിനക്ക് അനുഗ്രഹം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നീ നൊവേന അർപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ ഇവിടെ ഒന്ന് വന്നാൽ മതി, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിരിവ് കൊടുത്താൽ മതി, നീ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ അപ്പസ്തോലനായ പത്രോസിൻ്റെ ആ രീതി നമ്മളൊന്ന് പരിശോധിക്കുക. കാരണം 1-2 വചനങ്ങളിലൂടെ
നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തി നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന 13-ാമത്തെ വാക്യം, അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്ന പീലാത്തോസിൻ്റെ മുൻപിൽ പോലും നിങ്ങൾ അവനെ നിഷേധിച്ചു. ഇത് ആരോടാ പറയുന്നത്? നമുക്കറിയാം, അവിടെ കൂടിയിരുന്ന ജനത്തോടാ പറയുന്നത്. അവരോട് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്? തൊട്ട് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതേ വാക്യം തന്നെ കാണുക. നിങ്ങൾ അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു, നിങ്ങളാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തത്, നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പത്രോസിൻ്റെ പ്രസംഗം. അതേ പത്രോസിൻ്റെ അടുത്ത ദിവസത്തെ പ്രസംഗം കേൾക്കുക. 2-ാം അധ്യായത്തിൽ നമ്മളൊരു പ്രസംഗം കേട്ടു, നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു എന്ന രീതിയിൽ നമ്മളൊരു പ്രസംഗം കേട്ടു. ഇതാ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും അതേ കാര്യം തന്നെ പത്രോസ് പറയുന്നത്. നിങ്ങൾ അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു, നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, പീലാത്തോസ് പോലും അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തില്ല. നിങ്ങൾ അവനോട് കരുണ കാണിച്ചില്ല. അവനെ വിട്ടുതരിക, ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അവരോട് ശരിക്കും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കുത്തിപ്രസംഗം നടത്തുക പത്രോസ്. അതായത് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച്, അവരുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ച്, അവർക്ക് പറ്റിയ തെറ്റിനെ എടുത്തു കാണിച്ചുകൊണ്ട് നിങ്ങൾ അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും പ്രസംഗം നടത്തുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഇവരുടെ ഭാഷയെ പറഞ്ഞ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ കുത്തിപ്രസംഗം നടത്തുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണാം. അതുകൊണ്ടും പത്രോസ് നിർത്തുന്നൊന്നുമില്ല കേട്ടോ. പിന്നെയും അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ പലപ്പോഴും പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഇതേ വിഷയം തന്നെ കാണുക. തൊട്ടടുത്ത് പുരോഹിതന്മാരുടെ കാര്യത്തിൽ വരുമ്പം, അതായത് ഇവരെ വിചാരണ ചെയ്യാൻ വിളിച്ചു വരുത്തുമ്പോഴും പുരോഹിതന്മാരുടെ അടുത്തും ഇത് തന്നെ പറഞ്ഞ്, നിങ്ങൾ അവനെ ക്രൂശിച്ചു, നിങ്ങളാണ് അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തത് എന്ന് പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നത്. അവിടെയും കുത്തിപ്രസംഗം തന്നെയാണ് പത്രോസ് നടത്തുന്നത്. നമ്മുടെ ഭാഷയിലല്ല, ഇവരുടെ ഭാഷയിൽ. അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ ആത്മാവില്ലാത്തവരാണ് എന്ന് പറയുന്ന ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് നിലവിളിക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതും കുത്തിപ്രസംഗമാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും കുത്തിപ്രസംഗമല്ല പ്രിയപ്പെട്ടവരെ. ആത്മീയമായി അപ്പസ്തോലന്മാർ മുഴുവൻ ചെയ്തത് അത് തന്നെയാണ്. എന്താണ് അപ്പസ്തോലന്മാർ ചെയ്തത്? അപ്പസ്തോലന്മാർ ഏറ്റവും പ്രധാനമായി ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ്. ലോകത്തിന് സംഭവിക്കുന്ന തെറ്റ്, അതൊരുപക്ഷെ അവരുടെ ആയിരിക്കാം. ആത്മീയമായി ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ, ദൈവവചനത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ അവർ ചെയ്യുന്ന തെറ്റുകളെ ദൈവവചന അടിസ്ഥാനത്തിൽ അപ്പസ്തോലന്മാർ ചൂണ്ടിക്കാണിച്ചു. യേശു ചൂണ്ടിക്കാണിച്ചു, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ കർത്താവിൻ്റെ വഴിയെ അടച്ചു കളയുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ദുരിതമെന്നും കർത്താവിൻ്റെ വഴി അടച്ചു കളയുന്നു പറഞ്ഞ കർത്താവ് കുത്തിപ്രസംഗമാണോ നടത്തിയത്? അല്ല, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ച് പൗലോസ് പറയുന്നുണ്ട്, അതും തെറ്റ് ചൂണ്ടിക്കാണിക്കുക. കാരണം അവർ പുറമെ മോടി പഠിപ്പിക്കുന്നു, പക്ഷെ അകമേ അവർ എന്താണ്? ശവകുടീരങ്ങൾക്ക്, ഈ പുഴുക്കളും പ്രാണികളുമുള്ള ശവകുടീരങ്ങൾക്ക് തുല്യമായി കടന്നു വരുന്നു എന്നുള്ളതാണ് അവിടെയും പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ യേശുവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറമേ ക്ലീൻ ചെയ്യുന്നു, എന്നാൽ അകമേ അശുദ്ധമാണ് എന്ന് യേശുവും പറഞ്ഞു. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, യേശു പറഞ്ഞതാ. കാരണം നിന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ മറ്റെവിടെയെങ്കിലും ചെയ്തെങ്കിൽ അവിടെ എപ്പോഴേ മാറിപ്പോയേനെ, എപ്പോഴേ വലിയ മാനസാന്തരം വന്നേനെ. എന്നാൽ നിങ്ങൾക്കതില്ല. ഇങ്ങനെ യേശുവും അപ്പസ്തോലന്മാരും നിരന്തരമായി മറ്റുള്ളവരുടെ ആത്മീയമായ പ്രവർത്തികൾ, അവിടെ കുറവുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ തന്നെയായിരുന്നു അപ്പസ്തോലന്മാരും യേശു ക്രിസ്തുവെന്ന് വ്യക്തമായിട്ട് വചനത്തിൽ കാണുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി, നിങ്ങൾ അവനെ ഒറ്റുകൊടുക്കുകയും വധിക്കുകയും ചെയ്തു. ഇവിടെ സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്, നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച്, യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞ സകല പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു, നിങ്ങൾ പീഡിപ്പിച്ചു, നിങ്ങൾ തകർത്തെറിഞ്ഞു, നിങ്ങൾ നശിപ്പിച്ചു. എന്നിട്ട് അവിടം കൊണ്ട് നിർത്താതെ ഇതാ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ആ നീതിമാനായവനെ നിങ്ങൾ എന്ത് ചെയ്തു? അവനെ ഒറ്റുകൊടുക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. സ്തെഫാനോസും ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല, പൗലോസ് ചെയ്യുന്നില്ല, പത്രോസ് ചെയ്യുന്നില്ല, അപ്പസ്തോലന്മാർ ആരും ചെയ്യുന്നില്ല, യേശു ചെയ്യുന്നില്ല. അവരെല്ലാം സംഭവിച്ച അതേ കാര്യത്തെ എടുത്തു പറയുകയാണ്. നമ്മൾ പലപ്പോഴും ചില പ്രസംഗങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ റിപ്പീറ്റേഷൻ വരാറുണ്ട്. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ രണ്ടാമത് പറഞ്ഞു പോകാറുണ്ട്. എടാ, ഇതെല്ലാവരും പറഞ്ഞത് തന്നെയാണ്. ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത സകല കാര്യങ്ങളും ഇന്നും നടക്കുന്നത് അത് തന്നെയല്ലേ. നമ്മുടെ ചുറ്റുപാടുകളും യേശുവിനെ വീണ്ടും വീണ്ടും ഒറ്റുകൊടുക്കുക, യേശുവിനെ വീണ്ടും വീണ്ടും തള്ളിക്കളയുക,
യേശുവിനെ തള്ളിക്കളഞ്ഞ് വിശുദ്ധന്മാർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, യേശുവിനെ തള്ളിക്കളഞ്ഞ് മാതാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് ആർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു അവിടെയെല്ലാം നമ്മളിത് എടുത്തു പറയും. നമ്മൾ പറയുമ്പോൾ വേദനിച്ചിട്ടോ അയ്യോ കുത്തിപ്രസംഗം നടത്തുന്നു, അയ്യോ ഇവൻ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് അപ്പസ്തോലന്മാർ ഇത് തന്നെ ചെയ്തത്. അപ്പസ്തോലികമായ പ്രവൃത്തി ഇത് തന്നെയായിരുന്നു. ഇതെന്തിനു വേണ്ടി? അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം. അതാണ് അപ്പസ്തോലന്മാരുടെ ഹൃദയം, അവരുടെ ഉദ്ദേശം. ഒരു മാനസാന്തരം ഉണ്ടാകണം. എന്നെ സംബന്ധിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് ആരെങ്കിലും എടുത്തു പറിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും കാര്യങ്ങൾ തുറന്ന് പറയത്തില്ലായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സഭയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, പോകത്തുമില്ല. ഇനി പെന്തക്കോസ്തലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ എത്രയോ വീഡിയോകൾ ചെയ്തു. എത്രയോ വീഡിയോകളിലൂടെ അവിടുത്തെ കുറവുകളും പ്രശ്നങ്ങളും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി കമൻറ്റ് ബോക്സിൽ വാരി വലിച്ചെഴുതി നമ്മൾ 2 വഞ്ചിയിൽ കാലി ചവിട്ടുകയാണെന്ന്. നമ്മളെവിടെ 2 വഞ്ചിയിൽ കാലി ചവിട്ടുന്ന ഒരൊറ്റ വഞ്ചി മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും എനിക്ക് അതിനകത്തൊരു സന്തോഷമുണ്ട്. കാരണം പെന്തക്കോസ്ത് സഹോദരങ്ങൾ അംഗീകരിച്ചല്ലോ ഇത് 2 വഞ്ചിയാണെന്ന്. അതായത് വഞ്ചിയുടെ ഉദ്ദേശം എന്താ? നമ്മളെ അക്കരയ്ക്ക് ഘടിപ്പിക്കുന്നതാണ് വഞ്ചിയുടെ ഉദ്ദേശം. നമ്മൾ കർത്താവിൻ്റെ കരയിലേക്ക്, ക്രിസ്തുവിൻ്റെ ദേശത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരു വഞ്ചി തന്നെയാണ് ഇത് എന്ന് അവർ അംഗീകരിച്ചല്ലോ. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ വഞ്ചിയിൽ ഞാൻ എന്തായാലും അക്കരെ കിടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 2 വഞ്ചിയിൽ എന്ന് പറയുമ്പം അതും ഇതും, അതായത് അവരുദ്ദേശിക്കുന്നത്, ഞാൻ 2 വഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാല് പെന്തക്കോസ്ത് എന്ന് പറയുന്ന വഞ്ചിയിലും ഒരു കാല് കത്തോലിക്ക എന്ന വഞ്ചിയിലും കുത്തുന്നു എന്നാണല്ലോ അവരുദ്ദേശിക്കുന്നത് പൊതുവെ. അപ്പോൾ എന്തായാലും പെന്തക്കോസ്ത് മാത്രമാണ് ഏക വഞ്ചി, അക്കരെ കടക്കാനുള്ള ഏക മാർഗം. വിട്ടുപോരുവിൻ എന്ന് പറഞ്ഞവർ എന്തായാലും അതല്ല, 2 വഞ്ചിയാണ്. കത്തോലിക്ക സഭയിൽ നിന്നാലും അക്കരെ കടക്കും. കാരണം ദൈവവചന അടിസ്ഥാനത്തിൽ അനുസരിച്ചാൽ മതി എന്നെങ്കിലും അവർ അംഗീകരിച്ചല്ലോ. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അത് അവർ അംഗീകരിക്കാറില്ല, പലപ്പോഴും വിളിക്കുന്നവരും അംഗീകരിക്കാറില്ല. എന്തായാലും അത് അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മളിൽ മാറ്റം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, നമ്മളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, വേർപാട് ക്രിസ്തുവിൽ എനിക്കാണ് ഉണ്ടാകേണ്ടത്. ആ വേർപാടാണ് ആഗ്രഹിക്കുന്നത്. ആന്തരികമായ ആത്മീയമായ ഒരു വേർപാടാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ ബാഹ്യമായ ക്ലീൻ ഷേവ് ചെയ്യുന്നതോ താടി വടിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക, ഇതൊന്നുമല്ല വേർപാട്. യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ആത്മീയമായി നമുക്കുണ്ടാകണം. സകല തിന്മകളിൽ നിന്നുമുള്ളൊരു വേർപാട്, പാപത്തിൽ നിന്നുള്ളൊരു വേർപാട്, ജഡികമായ ആഗ്രഹങ്ങളിൽ നിന്നുള്ള വേർപാട്, ആത്മീയമായി മുന്നേറാനുള്ള ഒരു വേർപാടാണ് നമുക്ക് വേണ്ടത് എന്ന് വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അപ്പസ്തോല പ്രവൃത്തിയിലുടനീളം യേശുവിൻ്റെ പ്രസംഗത്തിൽ, സുവിശേഷങ്ങളിൽ യേശു കൃത്യമായി തൻ്റെ ജനത്തിൻ്റെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ ചൂണ്ടിക്കാണിച്ചു. കാരണം തെറ്റിൽ ജീവിക്കുന്നവൻ ദൈവരാജ്യത്തിൽ എത്തത്തില്ല എന്ന ബോധ്യം വ്യക്തമായി യേശുവിനുണ്ടായിരുന്നു. ആ യേശുവിൽ നിന്നും പഠിച്ച് അപ്പസ്തോലന്മാർ മുഴുവൻ നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ വിട്ടുകൊടുത്ത, നിങ്ങൾ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പസ്തോലന്മാരുടെ പ്രസംഗം മുഴുവൻ. പത്രോസിൻ്റെ 1-ാം പ്രസംഗവും 2-ാം പ്രസംഗവും 3-ാം പ്രസംഗം എല്ലായിടത്തും ഇതേ വാക്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വാക്യങ്ങളെല്ലാം വായിച്ചു, ഒരുപാട് വാക്യങ്ങളുണ്ട്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നു, പൗലോസിൻ്റെ പ്രസംഗത്തിൽ കാണുന്നു, അപ്പസ്തോലന്മാരുടെ മുഴുവൻ പ്രസംഗങ്ങളിലും നമ്മൾ വ്യക്തമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് കുത്തുകൊണ്ടു, അവർക്ക് മനസ്സലിവുണ്ടായി, അവർക്ക് മാനസാന്തരം ഉണ്ടായി. അവരുടെ മനസ്സ് തിരിഞ്ഞ് പാപത്തിൽ നിന്നും വേർപെട്ട് സകല പാപത്തെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് കടന്നു വരുവാൻ അവർക്കതൊരു പ്രചോദനമായി. ഇന്ന് നമ്മളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഒരു സുവിശേഷ വേല എന്ന് പറയുന്നത് മറ്റൊരുവൻ്റെ മാനസാന്തരം മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. മറ്റൊന്നുമില്ല. സ്വന്തം പുകഴ്ചയല്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. പണമുണ്ടാക്കലല്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. ഉദരത്തിൻ്റെ ശുശ്രൂഷയല്ല സുവിശേഷം. സുവിശേഷത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവജനത്തിൻ്റെ മാനസാന്തരം എന്നുള്ളതാണ്. ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവ് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വചനം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ വീഡിയോയ്ക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചുറ്റുപാടുമുള്ളവർ, ഞാൻ അടങ്ങുന്ന കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട അനേകർ ദൈവത്തെ അറിയാതെ ചില അജ്ഞത മൂലം, തെറ്റുകൾ മൂലം നമ്മുടെ ചുറ്റുപാടുകൾ വഴിതെറ്റിക്കിടക്കുകയാണ്. ഏകദേശം 35 ലക്ഷത്തിലധികം കത്തോലിക്കരുണ്ട് ഈ കേരളത്തിൽ മലയാളികളായിട്ട്. ഇതിൽ എത്ര പേർക്ക് ക്രിസ്തുവിനെ അറിയാം? എത്ര പേർക്ക് യേശുവിനെ കുറിച്ച് വല്ല ബോധ്യമുണ്ട്? ഒരു ബോധ്യവും ഇല്ലാതെ പോകുന്ന, ചടങ്ങ് ക്രിസ്ത്യാനിയായി മാത്രം ജീവിക്കുന്ന ഒരുപാട് ജനത നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെക്കുറിച്ചുള്ള ആകുലതയും വേദനയിലുമാണ് ഇന്നും ഓരോ വചനവും പങ്കുവെക്കുന്നത്. അവരുടെ മാനസാന്തരം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, വീണ്ടും അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിഷേധിച്ചു, കൊലപാതകിയായ മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുകിട്ടാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. അവരുടെ ഏറ്റവും വലിയ പാപത്തെ, ഏറ്റവും വലിയ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക. കൊലപാതകിയായ ബറാബാസിനെ വിട്ടുകിട്ടാൻ നിങ്ങൾ അവർക്ക് വേണ്ടി മുറവിളി കൂട്ടി, അവന് വേണ്ടി നിങ്ങൾ നിലവിളിച്ചു.
എന്നാൽ നിങ്ങൾ തള്ളിക്കളഞ്ഞത് ആരെയാ? പരിശുദ്ധനും നീതിമാനുമായവനെ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, യേശുവാണ് ഏക പരിശുദ്ധൻ, യേശുവാണ് നീതിമാൻ. നീതിമാനായവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, പരിശുദ്ധനായവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു പ്രബോധന രീതി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് വാക്ക് ഒരിക്കലും മനുഷ്യനെ ഉപയോഗിക്കാൻ എടുത്തിരുന്നില്ല. ജോബിനെ നീതിമാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജോബിനെ നീതിമാൻ എന്ന് പറയുന്ന ആ ഒരു മേഖല നമ്മുടെ മുൻപിലുള്ളപ്പോഴും നീതിമാൻ എന്ന് പൊതുവെ ഉപയോഗിക്കുന്ന ആ ഗ്രീക്ക് വാക്ക് ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പരിശുദ്ധൻ എന്ന വാക്കും ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യരെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്ന രീതികൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാക്കുകളിലും പരിശുദ്ധൻ എന്ന വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കോമണായി ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ ഉപയോഗിച്ചാലേ എന്നെ സംബന്ധിച്ച് എൻ്റെ കേൾവിക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അവർ മാനസാന്തരപ്പെടണം, അവർക്കൊരു മാറ്റം ഉണ്ടാകണം. അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ അവരുപയോഗിക്കുന്ന അവർക്ക് കേട്ടുകേൾവിയുള്ള വാക്കുകൾ തന്നെ പലപ്പോഴും തംബ്നെയിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. എനിക്കറിയാം എന്താണ് ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് വ്യക്തമായി ഇവിടെ വചനം നമ്മുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല പരിശുദ്ധൻ എന്ന വാക്ക്. എന്നാൽ സ്വർഗീയ വിശുദ്ധരെ കുറിച്ചും ഹാഗിയോസ് എന്ന രീതിയിൽ പരിശുദ്ധൻ എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നുള്ളത് നമുക്ക് വായിച്ചാൽ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധരെ, സ്വർഗത്തിലിരിക്കുന്നവരെ, സ്വർഗീയ വിശുദ്ധരെ ഈ പറയുന്ന പരിശുദ്ധരെന്ന് വിളിച്ചിരിക്കുന്ന വാക്കുകളും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഭൂമിയിൽ നമ്മൾ ആരെയും ഒരു മനുഷ്യനെ പരിശുദ്ധനെന്ന് വിളിക്കുന്നത് യോഗ്യമാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതുമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രിയമുള്ളവരുടെ വചനത്തിൽ പറയുകയാണ്, പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിഷേധിച്ചു. ആരെ? യേശു ക്രിസ്തുവിനെ. ഇവിടെ പരിശുദ്ധനെന്നും നീതിമാനെന്നും യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അത് എടുത്തു പറയുന്നത്. കാരണം പഴയ നിയമത്തിൽ വ്യക്തമായ ബോധ്യമുള്ള പത്രോസ് പറയുകയാണ്, ആ നീതിമാനായ ക്രിസ്തുവിനെ. യേശുവിൻ്റെ മുൻപിൽ ഒരുവൻ വന്നിട്ട് പറയുന്നുണ്ട്, നല്ലവനായ ഗുരു എന്ന് ചോദിക്കുമ്പോൾ യേശു തന്നെ പറയുന്നത്, നീ എന്തുകൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിച്ചു? നല്ലവൻ ഒരുവൻ മാത്രം ദൈവൻ, പരിശുദ്ധൻ ഒരുവൻ മാത്രം ദൈവം, നീതിമാൻ ഒരുവൻ മാത്രം ദൈവം എന്ന അർത്ഥത്തിൽ യേശു തന്നെ അത് എടുത്തു പറയുന്നുണ്ട്. യേശു ഒരിക്കലും ദൈവമല്ലാത്തത് കൊണ്ടല്ല, യേശു പൂർണ്ണ ദൈവമാണ്. എന്നാൽ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടുകൊണ്ട്, അവൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് ഒരുവൻ വന്ന് നല്ലവൻ എന്ന് വിളിക്കുമ്പം അവൻ്റെ ഹൃദയത്തിൽ താൻ ദൈവമാണെന്ന ബോധ്യമല്ല, പകരം ഒരു മുഖസ്ഥിതിയുടെ വാക്കാണ് അവിടെ യേശുവിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് യേശു അത് വ്യക്തമായിട്ട് അതിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണ് യേശുവിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ നല്ലവനെന്ന് അല്ലെങ്കിൽ നീതിമാനെന്ന് പരിശുദ്ധനെന്ന് പറയുമ്പം അത് യേശുവിൻ്റെ പരിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ എടുത്തു കാണിക്കുന്നത്. ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തി 7 നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നീതിമാന്റെ വരവിനെ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച വചനം, അതായത് നീതിമാന്റെ വരവിനെ അറിയിച്ച സകല പ്രവാചകന്മാരെയും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പീഡിപ്പിച്ചു. അപ്പം നീതിമാനായ യേശുവിൻ്റെ വരവിനെ കുറിച്ച് അറിയിച്ചത് പ്രവാചകന്മാർ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തി 22 അവിടെ അനന്യാസ് വന്ന് പൗലോസിനെ കൈവച്ച് അഭിഷേകം ചെയ്ത് അവൻ്റെ കണ്ണുകളിൽ ആ പടർന്ന് മാറിക്കഴിഞ്ഞപ്പം അവിടെ അനന്യാസ് പറയുന്നൊരു വാക്യം 22:14 അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയുവാനും നീതിമാനായവനെ ദർശിക്കുവാനും അവൻ്റെ ആദരങ്ങളിൽ നിന്നും സ്വരം ശ്രവിക്കുവാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. പൗലോസേ, നീതിമാന്റെ ശബ്ദം കേൾക്കാൻ ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പൗലോസിനോട് പറയുന്ന അനന്യാസിനെ കാണാം. അവിടെയും യേശുവിനെ ഉപയോഗിച്ച അഭിസംബോധന ചെയ്ത വാക്ക് നീതിമാൻ എന്ന വാക്കാണ്. കാരണം ദൈവത്തിന് ഉപയോഗിക്കുന്ന ആ നീതിമാൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ അവർക്ക് ആർക്കും മടിയുണ്ടായില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 15:4 വാക്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ, കർത്താവെ, അങ്ങേ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടാത്തവനും ആയി ആരുണ്ട്? എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങേ ആരാധിക്കും. എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ദൈവമേ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. നീതിമാനായവനെ അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സെറാഫുകൾ വിളിച്ചു പറയുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധൻ എന്ന് യെശയ്യാ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. പരിശുദ്ധ മേനിയുള്ളവൻ മറ്റാരുമില്ല ഈ ഭൂമിയിൽ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ക്രിസ്തുവിനെയാണ് പരിശുദ്ധൻ എന്ന അപ്പോസ്തലന്മാർ മുഴുവൻ വിശേഷിപ്പിച്ചത്. ഇന്ന് പലപ്പോഴും നമ്മൾ തിരുമേനി എന്നൊക്കെ പലരെയും വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് തിരുമേനി എന്ന വാക്കിൻ്റെ അർത്ഥം?
നമുക്കറിയാം തിരുമേനി, മേനി അത് ശരീരമെന്നാണ്. തിരു എന്നാൽ ഒരു പാപവും തീണ്ടിയിട്ടില്ലാത്ത, ഒരു പാപവും അറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധമായ മേനിയുള്ളവൻ, ശരീരമുള്ളവൻ. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ആരെ വിളിക്കാൻ പറ്റും അങ്ങനെ തിരുമേനി എന്ന്? കാരണം പരിശുദ്ധമായ ശരീരമുള്ളവൻ ഒരുവനുമില്ല. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നത്. നമ്മുടെ കഴിവിലല്ല, നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമല്ല. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം രക്ഷ പ്രാപിക്കുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന നമ്മളെ നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കി മറ്റൊരു മനുഷ്യനെ ഒരിക്കലും പരിശുദ്ധനെന്നോ നീതിമാനെന്നോ തിരുമേനിയെന്നൊക്കെ വിളിക്കുന്നത് അനുചിതമാണോ ശരിയാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. കാരണം വെളിപാട് പുസ്തകം വ്യക്തമായിട്ട് അതിൻ്റെ 15:4 പറയുന്നു, എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. ദൈവമേ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. ഇങ്ങനെ പറയാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, മറ്റൊന്നും ക്രിസ്തീയമല്ല, അപ്പസ്തോലികമല്ല എന്ന് തിരിച്ചറിയുവാൻ, മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ, ആ ദൈവത്തിന് കൊടുത്ത് ഏക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സഭയായി, ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. അതിനിടയിൽ വന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ, അതായത് കാലാകാലങ്ങളിൽ വന്ന ചില ക്ഷുദ്രജീവികൾ നമ്മുടെ ഭവനത്തെ പലപ്പോഴും അഴുക്കാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം നമ്മുടെ ഭവനത്തിൽ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭവനം തിരിച്ചു വരുമ്പം മാറാമ്പല പിടിച്ച്, അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച് കിടക്കുന്നത് പോലെ തന്നെ ചില ക്ഷുദ്രജീവികൾ വന്ന് കാലാകാലങ്ങളിൽ, ദൈവവചനം ഇല്ലാത്ത കാലത്ത്, സുവിശേഷം ഇല്ലാത്ത കാലത്ത്, വചനത്തിൻ്റെ ഫോളോ അപ്പ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ഈ പറയുന്ന സഭയിലും ചില ക്ഷുദ്രജീവികൾ വന്ന് പലപ്പോഴായി പല തിന്മയും പല അഴുക്കുകളും വിതച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ നിന്നും അകത്തിക്കൊണ്ടുപോകുന്ന, യേശുവിൽ നിന്നും നമ്മെ വിഭിന്നമാക്കുന്ന, മാറ്റിയെടുക്കുന്ന പലവിധ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം മേഖലകളിൽ നിന്നും വിട്ടുമാറുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.